പല ഷേപ്സിലുള്ള ചതുരക്കട്ടകൾ താഴേക്ക് വീഴുകയാണ്. പല ഷേപ്പിലായതുകൊണ്ടാണ് ഇതിലൊരു ഓർഡറൊന്നും കാണത്തില്ല. പക്ഷേ ഇതിനെല്ലാം കൃത്യമായി ക്രമീകരിച്ച് ഇടയിൽ സ്പേസ് ഇല്ലാതെ നമ്മൾ ക്രമീകരിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വാനിഷ് ആകുന്നു. അതനുസരിച്ച് നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുന്നു. ഇങ്ങനെ ഒരു ഗെയിം കളിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല. 90s കിഡ്സിൻ്റെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു ഗെയിമാണിത്. ഇത് പലരും കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് അറിയത്തില്ല. ഇതിൻ്റെ പേര് ടെട്രിസ് എന്നാണ്. ഇതിനെ ബേസ് ചെയ്ത് 2023 ഹോളിവുഡിൽ ഇറങ്ങിയൊരു സിനിമയാണ് ടെട്രിസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോണസ് ബാഡാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഗെയിം ഒരു ബിസിനസ്മാൻ, ജപ്പാനിലുള്ളൊരു ബിസിനസ്മാൻ ഇതിനെ കാണുന്നതും ഈ ഗെയിം കണ്ടിട്ട് ഇയാളിത് മേടിക്കുകയാണ്. ഇയാൾ വീട് വിറ്റിട്ടൊക്കെയാണ് ഇയാൾ മേടിക്കുന്നത്. മേടിച്ച് കഴിയുമ്പോൾ ഈ റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്താണ് ഇയാൾ ആ ഗെയിം മേടിക്കുന്നു. മേടിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് ഇത് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ശരിക്കുമുള്ള ക്രിയേറ്റർ റഷ്യയിലുള്ള ഒരാളാണ്. അത് ഇയാൾക്ക് അറിയില്ലായിരുന്നു. ഇയാൾ ഇത് സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് നടക്കുന്നില്ല. അതിൻ്റെ ബേസിൽ ഇയാൾ റഷ്യയിലേക്ക് പോകുന്നതും ഇയാളിത് മേടിക്കാനും ഒറിജിനൽ ക്രിയേറ്ററുടെ കയ്യിൽ നിന്ന് ഈ ഗെയിം മേടിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെയും ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. ഒരു ഡ്രാമ മൂഡിൽ പോകുന്നൊരു സിനിമയാണ്. ബ്ലാക്ക്ബെറി ബോർഡുള്ള റിയൽ സ്റ്റോറീസ് ബേസ് ചെയ്തുള്ള സിനിമകളുടെ ഗണത്തിൽപ്പെടുത്താവുന്നൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക്ബെറി തന്നെയാണ്. ഇത് ഒരു ഡ്രാമ മൂഡിൽ പോകുന്ന ഈ ഗെയിംസിൻ്റെ ഇടയ്ക്ക് ഗെയിമുകളുടെ സീൻസ് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് വന്നൊരു സിനിമയാണ്. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഗെയിം ബോയ് എന്ന് പറയുന്ന ഈ ഉത്സവപ്പറമ്പുകളും പള്ളിപ്പെരുന്നാളിനുമൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ടൈമിൽ കിട്ടുന്നൊരു സാധനമായിരുന്നു ഈ ഗെയിം ബോയ് എന്ന് പറയുന്ന വീഡിയോ ഗെയിമിൻ്റെ ഇതെല്ലാം പല വീഡിയോ ഗെയിംസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ഒക്കെയുള്ളൊരു റിമോട്ട് പോലുള്ളൊരു സാധനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ഗെയിം ബോയ് എന്നാണ്. ഇതിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം ബേസ് ചെയ്യുന്നൊരു സിനിമയാണ്. 90s കിഡ്സിന് ഒരു നൊസ്റ്റാൾജിയ തന്നെയായിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും. ഞാൻ ആദ്യമായിട്ട് ഇത് എന്താണ് ഇതെന്ന് അറിയാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സാധനം കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിയ അടിക്കും. ഇത് കളിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്ന സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.